അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി അകലെയാണ്. 6 പ്രതികൾക്കും, ഈ കേസിലെ 6 പ്രതികൾക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത് കൂട്ടബലാത്സംഗത്തിന് കൊടുക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. അത് വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ്. ജീവപര്യന്തം കൊടുക്കേണ്ടതായിരുന്നു. ഇതിനുവേണ്ടി പ്രോസിക്യൂഷൻ അപ്പീലിന് പോവുകയും നിരന്തരമായി നീതിപീഠത്തിന് മുമ്പിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം എന്നുള്ളതും 50,000 രൂപ പിഴ എന്നുള്ളതും. അപ്പോ ജീവപര്യന്തം കൊടുക്കേണ്ട ഒരു കേസായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ അതിനായുള്ള പോരാട്ടം നീതിപീഠത്തിന് മുന്നിൽ നടത്തണം. അതിജീവിതയ്ക്ക് നീതി അകലെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിജീവിതയോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി. അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ 8 ലക്ഷം പ്രോസിക്യൂഷന് പരാജയം തന്നെയാണല്ലോ. ആ ശിക്ഷയുടെ അളവ് കുറഞ്ഞത് പ്രോസിക്യൂഷൻ വേണ്ട രീതിയിൽ ഇത് ചെയ്തിട്ടില്ല എന്ന് വേണം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നമുക്ക് ആ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അതിജീവിതയ്ക്ക് നീതി അകലെയാണ്. കേവലം 12 വർഷം കൂടി പറഞ്ഞൊരു കാര്യം കോടതിയുടേതാക്കി പറയുന്നല്ല, അതായത് പുറത്തുള്ള ബഹളങ്ങൾ നോക്കിയിട്ടല്ല ഈ കേസിൽ വിധി പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ആ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും ഒരു അപ്രോപ്രിയേറ്റ് സമീപനം. താങ്ക് യു.